സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഇന്ന് മലപ്പുറത്ത് നടക്കും. വിവിധ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്തൃ പ്രതിനിധികൾ, മത, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയ നിരവധി പേരുമായി മുഖ്യമന്ത്രി സംവദിക്കും. സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, എങ്ങനെയൊക്കെയാണുള്ള തുടർ ക്രമീകരണങ്ങൾ? സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള മലപ്പുറം ജില്ലാതല സംഗമമാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അല്പസമയത്തിന് അകം തന്നെ ഈ ഓഡിറ്റോറിയത്തിലെത്തും. പ്രതിനിധികളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയായിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ ചുമതലയേറ്റതിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷം സംസ്ഥാനത്ത് നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി നടന്നു വന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലാതല യോഗമാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്ന്, അതായത് പ്രവാസി, അതുപോലെ തന്നെ കലാ, സാഹിത്യ, സാംസ്കാരിക തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്ന് തന്നെ നിരവധിയായിട്ടുള്ള പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മന്ത്രിമാരായ അബ്ദുറഹിമാൻ, AK ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഇന്ന് രാവിലെ 8:30 ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ പ്രവാസി ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായി ഇന്നലെ ചുമതലയേറ്റ ഗഫൂർ P. ലില്ലിസ് തന്നെ ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി വീണ്ടും എത്തുകയാണ്. അപ്പോൾ ഒരു പ്രവാസി എന്ന നിലക്ക് എന്തൊക്കെയാണ്? തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാല രണ്ടാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കഴിഞ്ഞ 4 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസിനെ സംബന്ധിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവാദം നടത്തുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി വന്നിട്ടുള്ളത്. ഇതൊരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പരിപൂർണമായിട്ടും ജനങ്ങളെ കേട്ടുകൊണ്ട് ജനങ്ങളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച്, സംസ്ഥാനത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ കാഴ്ചപ്പാട് മുഖ്യമന്ത്രിയുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ അവസരമാണിത്. തീർച്ചയായും വലിയ രൂപത്തിലാണ് ജനങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നത്. എല്ലാ മേഖലകളിലും വമ്പിച്ച മുന്നേറ്റമാണ് കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലങ്ങളായിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രവാസി മേഖലയിൽ ഏറ്റവും മാറ്റി നിർത്തപ്പെട്ടിരുന്ന, അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗമാണ് പ്രവാസികൾ. അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരുമ്പോഴാണ്. വിശിഷ്യ പിണറായിയുടെ ഗവൺമെൻറ് പരിപൂർണമായിക്കൊണ്ടും പ്രവാസികളുടെ നോവും നൊമ്പരങ്ങളും ഹൃദയത്തിൽ ആവാഹിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് പ്രവാസികളുടെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർക്കയിലൂടെയും പ്രവാസി ക്ഷേമനിധിയിലൂടെയും NRI കമ്മീഷനിലൂടെയും വിവിധ മേഖലകളിലൂടെ തീർച്ചയായും പ്രവാസികൾ ഒന്നടങ്കം ഈ സർക്കാരിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. പുതിയൊരു ചുമതല ഇന്നലെ ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായും കേരളത്തിലെ 10-35 ലക്ഷത്തോളം വരുന്ന പ്രവാസികൾ, കേരളത്തിലെ പ്രവാസികൾക്ക് വേണ്ടി ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു മാസക്കാലത്തിനകം, ഒരു മാസത്തിൽ തന്നെ 26-27 കോടി രൂപയോളം പെൻഷനായിക്കൊണ്ട് പ്രവാസികൾക്ക് നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സംഖ്യ പെൻഷനായി നൽകുന്ന ഒരു ക്ഷേമനിധി ബോർഡാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് എന്നുള്ളത്. ഏതാണ്ട് 10,72,000 ആളുകൾ ഒരു മാസം പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ആളുകളെ അതിൻ്റെ കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് പ്രവാസി ക്ഷേമനിധിയുടെ ബോർഡിൻ്റെ സന്ദേശം എത്തിക്കാനും നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള പ്രവാസികളെയും മുഴുവൻ പ്രവാസികളെയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനും പ്രവാസികൾക്ക് സാധ്യമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ക്ഷേമനിധിയിലൂടെ നൽകണമെന്നാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, അത്തരം നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായും കൂടുതലായിട്ട് ഇത്തരം മേഖലകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. അതിനാൽ തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 2ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ എത്തിയത് തന്നെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങളും അതേപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ കേട്ടറിഞ്ഞുകൊണ്ടാണ്. അത് കേട്ടറിഞ്ഞ് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഇടതു സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാതല സംഗമം നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ജില്ലകൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. മലപ്പുറം ജില്ല കഴിഞ്ഞ ആഴ്ച നടത്താനിരുന്നതാണ്. മലപ്പുറം ജില്ലയിൽ നിപ്പ അടക്കമുള്ള ചില പ്രതികൂല സാഹചര്യം നിലനിന്നതിനാലാണ് ഇത്തരത്തിൽ ഈ ദിവസത്തേക്ക് ജില്ലാതല സംഗമം മാറ്റിയിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. സച്ചിനാണ് ഇവരെ നൽകിയത്.